പ്രൊഫസർ റോണി കെ ബേബി, ഈ ഭാരതത്തോടൊപ്പമുണ്ടായിരുന്ന, ഭാരതത്തോട് ചേർന്ന് കിടന്ന രാഷ്ട്രങ്ങളെ ഒരുമിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഒന്നിപ്പിക്കുക എന്ന മഹത്തായ ആശയത്തെ എന്തിനാണ് കോൺഗ്രസ് എതിർക്കുന്നത്, അവഗണിക്കുന്നത്, തള്ളിക്കളയുന്നത്? ഇവിടെ എനിക്ക് മുമ്പേ ഉള്ള ചർച്ചകളിലൊക്കെ എനിക്ക് തൊട്ട് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട സുഹൃത്ത് അദ്ദേഹം വളരെയധികം വിശദമായി അദ്ദേഹം സംസാരിക്കുന്നു. കോൺഗ്രസ് ആണ് ഈ വിഭജനത്തിന്റെ ഒക്കെ ഉത്തരവാദി. കോൺഗ്രസിന്റെ ഒരു മുസ്ലിം പ്രീണനമാണ്, അല്ലെ ന്യൂനപക്ഷ പ്രീണനമാണ് 1947 ഇവഞ്ച്വൽ ആയിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനിലേക്ക് പോയത് എന്നൊക്കെ. പക്ഷെ അദ്ദേഹം വല്ലാതെ ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഇപ്പോൾ അഖണ്ഡ ഭാരതം എന്ന ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 47 മുൻപ് ഇങ്ങനെ ഒരു അഖണ്ഡ ഭാരതം ഉണ്ടായിരുന്നോ, അല്ല 47 ശേഷം ഒരു അഖണ്ഡ ഭാരതം ഉണ്ടായിരുന്നോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുണ്ടായി 1906 ആഗാ ഖാൻ നൽകിയ റെപ്രസെന്റേഷൻ, അതിനുശേഷമാണ് അത്ര ഇവിടെ ഈ പറയുന്ന ഈ ഒരു വർഗീയതയുടെ വിത്ത് തുടങ്ങിയത് എന്ന്. പക്ഷേ നമ്മൾ ചരിത്രത്തെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമുക്കറിയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ ധീരരായ പോരാളികൾ അവര് അങ്ങ് മീററ്റിൽ നിന്നും കാൺപൂരിൽ നിന്നും ഒക്കെ അവർ പടവെട്ടി അങ്ങ് ഡൽഹിയിൽ ചെന്നു. ആ ഭടന്മാരിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളും സിഖുകാരുമായിരുന്നു. അവർ ഡൽഹിയിലെത്തി അവർ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? അവര് സ്വതന്ത്ര ഇന്ത്യയുടെ ചക്രവർത്തിയായി, ഭരണാധികാരിയായി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയാണ് അവർ പ്രഖ്യാപിച്ചത്. അതായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു, അല്ലെങ്കിൽ ആ ഇന്ത്യൻ പറയുന്ന 1857 റിവോൾട്ടിന്റെ ഒക്കെ ഒരു സെക്കുലർ ബോധ്യം എന്ന് പറയുന്നത്. 99% വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ഭടന്മാരടങ്ങുന്ന ആ ശിപായികൾ എന്ന് ബ്രിട്ടീഷുകാർ വളരെ മോശമായി വിളിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വിളിക്കുന്നവർ ഡൽഹിയിലെത്തി ചെയ്തത് ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ഭരണാധികാരിയായി. അവിടെ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ചു വരുന്നത്. നമുക്കറിയാം ആഫ്റ്റർ 1857 പിന്നീട് നമുക്കറിയാം കരുത്താർജിച്ചു വരുന്ന ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. അതിനെ തകർക്കാൻ വേണ്ടി 1905 ലോർഡ് കഴ്സൺ, അദ്ദേഹമാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അവിടെയാണ് ഈ വർഗീയതയുടെ ആദ്യത്തെ വിത്തുകൾ കിടക്കുന്നത്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാളിനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാൾ എന്നും ഹിന്ദു ഭൂരിപക്ഷം എന്നുള്ള പടിഞ്ഞാറൻ ബംഗാളുമായി രണ്ടായി വിഭജിച്ചു. അവിടെ തുടങ്ങിയ പിന്നെ നമുക്കറിയാം 1909 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നു. 1925 കൂടി RSS രൂപം കൊള്ളുന്നു. പിന്നീടാണ് ഈ പറയുന്ന ദ്വിരാഷ്ട്രവാദത്തിലേക്കൊക്കെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുന്നു ഇവിടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാരില്ലായിരുന്നു. നമുക്കറിയാം ഗാന്ധി വരുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന സ്വാതന്ത്ര്യ സമര നേതാവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ RSSകാരും BJPക്കാരും ഇപ്പോൾ പരിഹസിച്ചേക്കാം, മുഹമ്മദ് അലി ജിന്നയായിരുന്നു. മുഹമ്മദ് അലി ജിന്നയാണ് ഗാന്ധി വരുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത്. ചരിത്രം പരിശോധിക്കുക, ഏറ്റവും സെക്കുലർ നേതാവ്. പക്ഷെ ഗാന്ധി വന്ന് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുമ്പോൾ തനിക്ക് സ്പേസ് നഷ്ടപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ട ജിന്നയാണ് പിന്നീട് ഏറ്റവും സെക്കുലർ ആയിരുന്നു എന്ന് പറയുന്ന ജിന്നയാണ്. സ്പേസ് നഷ്ടപ്പെടുന്നതും സ്പേസ് കിട്ടാതെ പോകുന്നതുമാണ് പ്രശ്നം. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അല്ല, കാരണം ഗാന്ധി വലിയ ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു നേതാവായി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജിന്ന ഔട്ടായി. അപ്പോൾ ജിന്ന പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ച ആയുധമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ വാദം. പക്ഷെ ഈ പാകിസ്ഥാൻ വാദത്തിന് ശക്തി കൂടുതൽ എവിടെയാണ്? RSS ഒരു ഹിന്ദു രാഷ്ട്രവാദം മുന്നോട്ട് വെച്ചപ്പോ നമ്മൾ ഈ പറയുന്ന ഒരു പക്ഷം മാത്രം നമ്മൾ കണ്ടു പോകുന്നത്. ഈ രണ്ട് ഭാഗങ്ങളും, ഒരു വശത്ത് മുസ്ലിം ലീഗ് നിൽക്കുന്നു പാകിസ്ഥാന് വേണ്ടി, അതേ പക്ഷത്ത് തന്നെ ഒരു ഹിന്ദു രാഷ്ട്രവാദവുമായി. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിയോട് എന്തിനാ RSS ഇത്രയും വൈരാഗ്യം വന്നതിന് ഒറ്റ കാരണം RSSന്റെ 100ാം ശതാബ്ദി അല്ലെങ്കിൽ വർഷം ആഘോഷിക്കുമ്പോൾ തമ്മിലുള്ള കാര്യം മനസ്സിലാക്കണം. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഏക വർഷം എന്ന് പറയുന്നത് 1924 ബെൽഗാം AICC. ആ ബെൽഗാം AICC വെച്ചുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് എന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ അന്ന് ഇന്ത്യ ഒരു സെക്കുലർ രാഷ്ട്രമായിരിക്കും, മതേതരത്വമായിരിക്കും ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറഞ്ഞതാണ്. 1925 RSSന് ശേഷം RSSന്റെ 1ാം നമ്പർ ശത്രുവായി ഗാന്ധിയെ മാറ്റുന്നത്. പിന്നീട് ഗാന്ധി മതത്തിലേക്ക് നയിക്കും സംഭവങ്ങളൊക്കെ അറിയാം. 40കളില് മാധവ് സദാശിവ് ഗോൾവാൾക്കർ, അദ്ദേഹത്തിന്റെ ഒക്കെ ആശയങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായും എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രവാദം. ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്, കാരണം അവിടെയാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് നരേറ്റീവാണ് ഈ RSS? കാരണം നമുക്കറിയാം നമ്മുടെ ഹിന്ദു മഹാസഭയൊക്കെ ഈ ഗോഡ്സേയുടെ ഉൾപ്പെടെയുള്ള ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരെന്നോട് പ്രാർത്ഥിക്കുന്നത് അഖണ്ഡ ഭാരതത്തിൽ
ഈ ഗോഡ്സെയുടെ ചിതാഭസ്മം അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ RSSും ഈ പറഞ്ഞ ഹിന്ദു മഹാസഭയും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നത്. ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് RSSന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രവാദമാണ്, മതാധിഷ്ഠിത രാഷ്ട്രമാണ്, മതരാഷ്ട്രവാദമാണ്. പക്ഷെ കോൺഗ്രസ് അന്നും ഇന്നും എന്നും അപ്പോൾ ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്തിന്റെ പേരിലായിരുന്നു? കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരു വശത്ത് മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ വാദം, മറുവശത്ത് RSSന്റെ ഹിന്ദു രാഷ്ട്രവാദം. ഈ രണ്ട് രാഷ്ട്രവാദങ്ങളുടെ ഏറ്റുമുട്ടലാണ് ഈ രാജ്യത്തിന്റെ ആത്യന്തികമായ വിഭജനത്തിലേക്ക്. മതവും അധികാര കൊതിയുമല്ലേ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ നിങ്ങൾ അവഗണിക്കാനുള്ള ഒരു പ്രധാന കാരണം? കാരണം എന്താ, കോൺഗ്രസ് രണ്ടിനെ കൊടുക്കാൻ നമ്മൾ ഈ പറയുന്ന 47-ലെ ഈ പാർട്ടീഷന്റെ സമയത്ത് ഈ രാജ്യത്ത് കഴിച്ചുവിട്ട വർഗീയ കലാപങ്ങൾ മാത്രം നോക്കിയാൽ മതി. ശരി ശരി.